भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 853 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം, ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 23 അധ്യായം, അതിൽ 6 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഉദ്ധവന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് 23, 24, 25, 26 എന്നീ 4 അധ്യായങ്ങളിലൂടെ ഭഗവാൻ പറയുന്നത്. അതിൽ 23 അധ്യായത്തിൽ ഭിക്ഷുഗീത എന്ന രീതിയിൽ, ദ്വിജഗീത എന്നുള്ള രീതിയിലൊക്കെയുള്ള അവന്തിയിലൊരു ബ്രാഹ്മണൻ്റെ കഥ പറയുകയാണ്. അവന്തിഷു ദ്വിജക്കശ്ചീദ് ആസീദ് ആഢ്യതമശ്രിയ വാർത്താവൃത്തി കദര്യസ്തു കാമി ലുബ്ധോതികോപന. ശ്രിയ ആഢ്യതമഃ, സമ്പത്തുകൊണ്ട് വളരെ ആഢ്യനായി, വാർത്താവൃത്തി കൃഷി തുടങ്ങിയ വ്യാപാരങ്ങളോട് കൂടിയവനും, കാമി അധികം ആഗ്രഹമുള്ളവനും, ലുബ്ധ അന്യർക്കൊന്നും കൊടുക്കാത്തവനും, അതികോപന വലിയ ദേഷ്യക്കാരനുമായിട്ടുള്ള, കദര്യ ക്ഷുദ്രനും, കശ്ചിത് ദ്വിജഃ ഒരു ബ്രാഹ്മണൻ, അവന്തിഷു ആസീത് അവന്തി രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഭിക്ഷുവിൻ്റെ കഥ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഉദ്ധവന് എവിടെയാണ് അദ്ദേഹം ജനിച്ചത്, ജന്മം എന്താണ്, സ്വഭാവം എന്താണ്, പ്രവൃത്തി എന്താണ്, ഇതൊക്കെ ആദ്യം പറയുകയാണ്. ഭിക്ഷു വലിയ ധനവാനാണ്. കൃഷി, കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ, വൈശ്യവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണനായിട്ടാണ് പിറന്നതെങ്കിലും ചെയ്യുന്നത് വൈശ്യൻ്റെ പ്രവൃത്തികളാണ്. കണ്ടത് മുഴുവൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് കാമി എന്ന് പറഞ്ഞത്. പിന്നെ ലുബ്ധനാണ്, ആർക്കും ഒന്നും കൊടുക്കില്ല, തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് പോലും കൊടുക്കില്ല, സ്വയം ഉപയോഗിക്കില്ല, അത്രയും ക്ഷുദ്രനാണ് ഇയാൾ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജന്മം അവന്തിയിലാണ് എന്ന് പറഞ്ഞു. ജ്ഞാതയോതിഥയസ്തസ്യ വാങ്മാത്രേണാപി നാർച്ചിത ശൂന്യാവസഥ ആത്മാപി
കാലേ കാമൈരനർച്ചിത തസ്യ ജ്ഞാതയ, ആ ബ്രാഹ്മണന്റെ ബന്ധുക്കളും അതിഥികളും വാങ്മാത്രേണ അപി, വാക്കുകൊണ്ടുകൂടി ന അർച്ചിത, പൂജിക്കപ്പെട്ടില്ല. ശൂന്യാവസഥേ, ശൂന്യമായ വീട്ടിൽ ആത്മാ അപി, താനും കാലേ കാമൈ അനർച്ചിത, സമയത്ത് ആഗ്രഹങ്ങളെ കൊണ്ട് അർച്ചിക്കപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ആർക്കും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവനവനും ഉപയോഗിച്ചില്ല. അവൻ്റെ ബന്ധുക്കള്, അതിഥികള്, അങ്ങനെ അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയാണ് അതിഥികൾ എന്ന് പറയുക. യദൃച്ഛയാ വന്നു പോരുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെ നല്ല വാക്ക് പറയെങ്കിലും വേണ്ടേ, ഒന്നും കൊടുക്കില്ലെങ്കിൽ പോലും നല്ലത് പറയാനുള്ളൊരു മനസ്സെങ്കിലും അതും ഉണ്ടായില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, അവരെ പൂജിച്ചില്ല എന്ന് പിന്നെ പ്രത്യേകം പറയണോ, വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ ധർമ്മകാര്യങ്ങൾ നടത്താതിരുന്നു കഴിഞ്ഞാൽ ആ വീട് ശൂന്യമാണ് എന്നാണ് പറയുക. ഒന്നിനും കൊള്ളാത്തത് അല്ലേ, വെറും പൂജ്യം മാത്രമാണ്. എങ്ങനെയാണത് പൂജ്യ പദവിയിലേക്ക് എത്തുക? മറ്റുള്ളവരെ ആദരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇതിൽ വസിക്കുന്ന ആ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ആ കച്ചവടക്കാരൻ തനിക്ക് ഓരോ സമയത്തും ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ മനുഷ്യനാവുമ്പോൾ, അത് അവനവൻ പോലും ഉപയോഗിച്ചില്ല എന്നാണ്. അതുമില്ല. അപ്പം താൻ കൂടി വേണ്ടത് അനുഭവിക്കാതെ ആ സമ്പത്ത് കാത്തുകിടക്കുന്ന ഒരു ഭൂതത്തെ പോലെ, അല്ലെങ്കിൽ സമ്പത്ത് സംരക്ഷിക്കുന്ന ഒരു നാഗത്തെ പോലെ ആ ഉള്ളിൽ വിഷം നിറച്ചു വെച്ചും കൊണ്ട് അവനവിടെ കഴിഞ്ഞു. ആ ബ്രാഹ്മണൻ്റെ അവസ്ഥയാണ്. ദുശീലസ്യ കദര്യസ്യ ദ്രുഹ്യന്തേ പുത്രബാന്ധവാഹ ദാര ദുഹിതരോ ഭൃത്യ വിഷണ്ണ നാചരൻ പ്രിയം. ദുശീലസ്യ, സ്വഭാവഗുണം ലവലേശമില്ലാത്ത, കദര്യസ്യ, ആ ക്ഷുദ്രൻ്റെ, ആ ബ്രാഹ്മണൻ്റെ, പുത്രബാന്ധവാഹ, പുത്രന്മാരും ബന്ധുക്കളും, ദാര, ഭാര്യയും, ദുഹിതരഹ, പുത്രികളും, ഭൃത്യ, ദാസന്മാരും, വിഷണ്ണ, ഇവരൊക്കെ ദുഃഖിതരായി, പ്രിയം ന ആചരൻ, അവൻ്റെ ഇഷ്ടത്തെ ചെയ്തില്ല, അവന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല. ദ്രുഹ്യന്തേഷ്മ, ദ്രോഹിക്കുകയും ചെയ്തു. ശീലഗുണമില്ലാത്ത ക്ഷുദ്രബ്രാഹ്മണൻ, അവൻ്റെ മക്കളും ബന്ധുക്കളും ഭാര്യയും ദാസന്മാരും ദാസിമാരും, അവർക്ക് വേണ്ടതൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമായി. അതുകൊണ്ട് തന്നെ അവന് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള പ്രവൃത്തി അവരും ചെയ്തില്ല എന്ന് പറയുന്നു. കാലം മുന്നോട്ട് പോണു. തസ്യൈവം യക്ഷവിത്തസ്യാം ച്യുതസ്യോഭയലോകത ധർമ്മകാമ വിഹീനസ്യ ചുക്രുധു പഞ്ചഭാഗിന. ഏവം യക്ഷവിത്തസ്യ, ഇങ്ങനെ ആ യക്ഷവിത്തൻ, ആർക്കും കൊടുക്കാതെ അതിനെങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആൾ, യക്ഷവിത്തനായും ധർമ്മകാമവിഹീനസ്യ, ധർമ്മത്തോടും കാമത്തോടും കൂടാത്തവനും, ഉഭയലോകത, രണ്ട് ലോകത്തിൽ നിന്നും, ച്യുതസ്യ, ഭ്രഷ്ടനുമായ, തസ്യ പഞ്ചഭാഗിന, അവകാശികൾ 5 കൂട്ടരും, ചുക്രുധു, അവരൊക്കെ ദേഷ്യപ്പെട്ടു. താൻ അനുഭവിച്ചില്ല, ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തില്ല, ബന്ധുക്കൾക്ക് കൊടുത്തില്ല, അങ്ങനെ മുതൽ അവനവന് പോലും ഉപയോഗിക്കാതെ സൂക്ഷിക്കുന്ന ആളെയാണ് യക്ഷവിത്തൻ എന്ന് പറയാം. അന്യർക്ക് കൊടുക്കാത്തത് കൊണ്ട് ഇവൻ ധർമ്മം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവനവൻ തന്നെ അനുഭവിക്കാത്തത് കൊണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചില്ല. അതുകൊണ്ട് പരലോകവും ഇഹലോകവും അവന് സുഖമില്ലാത്തതായി മാറി. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ച്യുതസ്യ, ഭ്രഷ്ടനായി 2 ലോകത്തു നിന്നാണ്. ഒരു ഗൃഹസ്ഥൻ്റെ മുതൽ എന്ന് പറയുന്നത്, ഗൃഹസ്ഥാശ്രമി ലോകത്തെ നേർവഴിക്ക് കൊണ്ടു നടക്കേണ്ട ആളാണ്. 5 തിരിച്ചിട്ടാണ്. 5 സംഘങ്ങളാണ് ഈ ഗൃഹസ്ഥൻ്റെ ധനത്തിന് അധികാരികളായിട്ടുള്ളത്. അതുകൊണ്ടാണ് പഞ്ചയജ്ഞം എന്ന് പറയുന്നത്. ദേവന്മാര്, പിതൃക്കൾ, ഭൂതങ്ങൾ, മനുഷ്യർ, ഋഷികൾ, ഈ 5 അവകാശികൾക്ക് കൊടുക്കുന്നതിനെയാണ് പഞ്ചയജ്ഞം ചെയ്യുക എന്ന് പറയും. പഞ്ചയജ്ഞം ഗൃഹസ്ഥൻ്റെ ആത്യന്തികമായ ധർമ്മമാണ്. ഒരിക്കലെങ്കിലും ഈ യജ്ഞം നടത്താത്തവനാണ് ഇവൻ. അതുകൊണ്ട് ഈ അവകാശികളായിട്ടുള്ള 5 പേരും, ദേവന്മാര്, പിതൃക്കള്, ഭൂതങ്ങൾ, മനുഷ്യർ, ഋഷികൾ, അവരൊക്കെ ഇവൻ്റെ നേരെ കോപിച്ചു. അപ്പം എന്താ, അവനവൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, ധർമ്മങ്ങൾ വേണ്ട പോലെ ആചരിച്ചില്ലെങ്കിൽ, ഇവൻ അവനെ ശിക്ഷിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, യക്ഷവിത്തസ്യ ച്യുതസ്യ ഭ്രഷ്ടസ്യ, തസ്യ പഞ്ചഭാഗിന, ഉഭയലോകത, ധർമ്മകാമവിഹീനസ്യ ചുക്രുധു പഞ്ചഭാഗിന. ഏവം യക്ഷവിത്തസ്യ, ഇങ്ങനെ ആ യക്ഷവിത്തൻ,
ഈശ്വരകോപം ഉണ്ടാവും. ഈശ്വരകോപത്തിന് കാരണമാണ് ഈ പഞ്ചയജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 രീതിയിൽ ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത്. തദവധ്യാന വിസ്രസ്ത പുണ്യസ്കന്ധസ്യ ഭൂരിത അർദ്ധോപ്യഗച്ഛൻ നിധനം ബഹുആയാസ പരിശ്രമ. ഭൂരിത വലിയ പുണ്യമുള്ള ഉദ്ധവ. തദവധ്യാന വിസ്രസ്ത പുണ്യസ്കന്ധസ്യ അവരെ ആദരിക്കാത്ത ദോഷം കൊണ്ട് ക്ഷയിച്ച പുണ്യത്തിൻ്റെ ശാഖയോടുകൂടിയ പുണ്യസ്കന്ധസ്യ അവൻ്റെ അർത്ഥ അഭി ധനവും ബഹുആയാസ പരിശ്രമ അധികം അധ്വാനം മാത്രം ഫലം എന്ന നിലയിൽ നിധനം അകച്ച നാശത്തെ പ്രാപിച്ചു. ഉള്ളത് മുഴുവൻ പരോപകാരത്തിനായി ചെലവ് ചെയ്യാൻ ഒരുങ്ങിയ ആളാണ് ഉദ്ധവൻ. അതുകൊണ്ടാണ് ഭൂരിത എന്ന് ഉദ്ധവനെ വിളിച്ചത്. എന്നാൽ ഉദ്ധവ ആ ലുബ്ധനുണ്ടല്ലോ, അർത്ഥത്തെ മാത്രം നൽകാൻ ശക്തിയുണ്ടായിരുന്ന ഒരു പുണ്യശാഖ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചയജ്ഞം നടത്താത്തത് കൊണ്ട് എന്തായി? ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. അപ്പോൾ ഈ പഞ്ചയജ്ഞം നടത്താത്തത് കൊണ്ട് ദേവാദികളുടെ ശാപം, അവൻ്റെ ആ പുണ്യം പോലും നശിച്ചു. അതുകൊണ്ട് കൃഷിയാദി വ്യാപാരങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ ഇതിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ളൊരു ഫലമില്ലാതെയായി. അപ്പം ധനം നശിക്കാൻ തുടങ്ങി. നമുക്ക് ഈ ധനമൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആദ്യം നമുക്ക് ധനം ഉണ്ടാവുന്നത് മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത ധർമ്മം കൊണ്ടാണ്. അതിനനുസരിച്ച് ധനം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അത് ധർമാനുസാരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. പറഞ്ഞല്ലോ, പഞ്ചയജ്ഞം ചെയ്യുക, അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇതൊക്കെ വേണമെന്നാണ്. അപ്പം ഏതായാലും ധനം നശിച്ചു. ജ്ഞാതയോ ജഗൃഹു കിഞ്ചിൽ കിഞ്ചിൽ ദസ്യവ ഉദ്ധവ ദൈവത കാലത കിഞ്ചിൽ ബ്രഹ്മബന്ധോർ നൃപാർത്ഥിവാൻ. എങ്ങനെയാണ് ധനം നശിച്ചത് എന്ന് പറയുകയാണ്. ജ്ഞാതയ അവകാശികൾ കിഞ്ചിൽ കുറെ കൊണ്ടുപോയി. ദസ്യവഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ. കിഞ്ചിൽ കുറെ ജഗൃഹു ഗ്രഹിച്ചു. ദൈവത ദൈവികമായ ആപത്തുകൾ കൊണ്ട് കിഞ്ചിൽ കുറെ. കാലത കാലം കൊണ്ട് കുറെ. നൃപാർത്ഥിവാൽ മനുഷ്യൻ രാജാക്കന്മാർ എന്നിവരെ നിമിത്തം കുറെ. ആ ബ്രാഹ്മണൻ്റെ ധനം മുഴുവൻ നശിച്ചു. ഏതൊക്കെ രൂപത്തിൽ? അവൻ്റെ അവകാശികൾ, ഭാര്യ, മക്കള്, അവർക്ക് കിട്ടണില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ കാലം കൊണ്ട് ഇവൻ്റെ ആ ശാരീരികമായിട്ടുള്ള ശക്തിയൊക്കെ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ അവരവരുടെ കയ്യൂക്ക് കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാൻ തുടങ്ങി. തന്നെയുമല്ല കള്ളന്മാരൊക്കെ കട്ടുകൊണ്ടുപോയി. പിന്നെ പറയുകയാണ് ദൈവികമായ ആപത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തടയാൻ സാധിക്കാത്തതാണ്. ഇപ്പോൾ വലിയ അഗ്നിബാധ ഉണ്ടാവുക, വെള്ളപ്പൊക്കം ഉണ്ടാവുക, നമ്മളതൊക്കെ കണ്ടതാണ് പല രൂപത്തിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, ഇങ്ങനെ കുറേ ആ രീതിയിൽ നശിച്ചു. കാലക്രമം കൊണ്ട് കുറേ നശിച്ചു. പിന്നെയോ പിന്നെ ജനങ്ങളൊക്കെ കൈയിട്ട് വാരാൻ തുടങ്ങി, ഇല്ലേ? പിന്നെ അതേപോലെ തന്നെ ധനമുണ്ടെങ്കിൽ അതിന് കരമടയ്ക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാശ് പരിപൂർണമായി കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ച് കരമടയ്ക്കൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെയുള്ള സൂത്രക്കാരിപ്പോഴും ഉണ്ട്, അല്ലേ? അപ്പോൾ അവസാനം എന്തുണ്ടാവും? അവർ വന്ന് ഒരു പരിശോധന നടത്തുമ്പോൾ ധനം കിട്ടണു, രാജാവ് ആ തരത്തിൽ പിഴയായും കരമായും ഒക്കെ പിടിച്ചെടുത്തു. ഇങ്ങനെ പലതരത്തിൽ ആ ബ്രാഹ്മണാധമൻ്റെ ധനം മുഴുവൻ നശിച്ചു. സയേവം ദ്രവിണേ നഷ്ടേ ധർമ്മകാമവിവർജിത ഉപേക്ഷിതശ്ച സ്വജനൈശ്ചിന്താമാപ ദുരത്യയാം. ഏവം ദ്രവിണേ നഷ്ടേ, ഇങ്ങനെ ആ ധനം നഷ്ടപ്പെട്ടപ്പോൾ സ്വജനൈ ഉപേക്ഷിത, സ്വന്തം ഭാര്യയും മക്കളും ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചപ്പോൾ ധർമ്മകാമവിവർജിത, ധർമ്മത്തോടും കാമത്തോടും കൂടാതെ ഇരിക്കുന്ന അവൻ ദുരത്യയാം ചിന്താം ആപ, ഒരു അവധിയില്ലാത്ത ദീർഘമായ ചിന്തയിലേക്ക് മുഴുകി ഈ ബ്രാഹ്മണൻ. ഉള്ളത് നഷ്ടപ്പെട്ടാൽ വേണ്ടത് തോന്നും എന്ന് പറഞ്ഞതുപോലെ, പോകേണ്ടത് പോയാൽ ബുദ്ധി വരും എന്ന് പറയുന്നത് പോലെ, ധനം മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് ആരോരുമില്ല, തനിക്ക് ധനവുമില്ല, ഒന്നുമില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പണമുണ്ടായിരുന്നിട്ടും ധർമ്മം ചെയ്യാതെ
ആഗ്രഹത്തിനനുസരിച്ച് സുഖങ്ങൾ അനുഭവിക്കാതെ ഇരുന്ന ഇപ്പോൾ ധനമില്ലാത്തത് കൊണ്ട് ധർമ്മകാമാദികൾ സാധിക്കാൻ പോലും തരമില്ലാതെയായി. ഈ സമയത്താണ് അയാൾക്ക് വിചാരമുണ്ടായത്, വിവേകമുണ്ടായത് എന്ന് പറയുന്നു. അയാൾ ആലോചിക്കാൻ തുടങ്ങി. മനസ്സിൽ അവസാനമില്ലാത്ത വിചാരങ്ങളുണ്ടായി. തസ്യൈവം ധ്യായതോ ദീർഘം നഷ്ടരായ തപസ്വിന ഖിദ്യതോ ബാഷ്പകണ്ഠസ്യ നിർവേദ സുമഹാനഭൂൽ. ഇങ്ങനെ നഷ്ടരായ മുതൽ നശിച്ചും, തപസ്വിന വളരെ വ്യസനിച്ചും, ഖിദ്യത കഷ്ടപ്പെട്ടും, ബാഷ്പകണ്ഠസ്യ കണ്ണീരൊലിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഇടനെഞ്ചു പൊട്ടിയും, ദീർഘം ധ്യായത വളരെ കാലം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അവന് സുമഹാൻ നിർവേദ അഭൂത് വളരെ വിശേഷമായിട്ടുള്ള വൈരാഗ്യമുണ്ടായിരുന്നു. മുതൽ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ ആദ്യം കുറേ വിഷമിച്ചു, കരഞ്ഞു, സംസാരിക്കാൻ പറ്റണില്ല, ഗദ്ഗതം വരികയാണ്, ഇടനെഞ്ചു പൊട്ടണത് പോലെ. എത്രയുണ്ടായിരുന്നതാണ് എൻ്റെ ഈശ്വര, എല്ലാം നഷ്ടപ്പെട്ടില്ലേ. പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഒരിക്കൽ ഏറ്റവും വിശേഷമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന ബോധം അദ്ദേഹത്തിനുണ്ടായി. നിർവേദം അദ്ദേഹത്തിന് ഉണ്ടായി. സ ചാഹേതമഹോ കഷ്ടം വൃഥാത്മാമേനുതാപിത ന ധർമായ ന കാമായ യസ്യാർത്ഥായാസ ഈദൃശം. സാച അവൻ ഇതം ആഹ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ആ ഭിക്ഷു പറയുകയാണ്. യസ്യ ഈദൃശ അർത്ഥായാസ യാതൊരുത്തൻ്റെ ഈ തരത്തിലുള്ള പണത്തിനുള്ള ആഗ്രഹം, യത്നം അല്ലെങ്കിൽ പ്രവൃത്തി, ന ധർമായ ധർമ്മത്തിനായല്ല, ന കാമായ കാമത്തിനായല്ല, വൃഥ വ്യർത്ഥമായിട്ട്, മേ ആത്മാ എന്നാൽ ശരീരം, അനുതാപിത ദുഃഖിപ്പിക്കപ്പെട്ടു, കഷ്ടം അഹോ കഷ്ടം. വിഷയവൈരാഗ്യം ഉണ്ടായപ്പോൾ വിവേകമുണ്ടായി അല്ലേ? അപ്പോൾ തന്നെത്താൻ പറയുകയാണ്, പണം സമ്പാദിക്കാനായി ഞാൻ ദേഹത്തെ എത്രയാണ് ക്ലേശിപ്പിച്ചത്. ഭക്ഷണം പോലും കഴിക്കാതെ ധനം 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 എന്ന് വിചാരിച്ച് കഴിഞ്ഞ നാളുകൾ. അങ്ങനെ എൻ്റെ മുതൽ കൊണ്ട് സത്യത്തിൽ എന്താണ് ഫലമുണ്ടായത്? ഞാൻ ധർമ്മം ചെയ്തില്ല. ഞാൻ എനിക്ക് വേണ്ടി സുഖത്തിന് വേണ്ട എന്തെങ്കിലും ചെയ്തു, അതും അനുഭവിച്ചില്ല. ഇങ്ങനെ രണ്ടിനും ഉപയോഗമില്ലാത്ത ധനം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ ജീവിതത്തെ, ഈ ജന്മത്തെ, ഈ ശരീരത്തെ ഉപയോഗിച്ചുല്ലോ. ശരീരക്ലേശം ഉണ്ടായില്ലോ, എനിക്ക് വലിയ കഷ്ടം. പ്രായേണാർത്ഥ കദര്യാണാം ന സുഖായ കദാചന ഇഹ ചാത്മോപതാപായ മൃതസ്യ നരകായ ച. കദര്യാണ് ക്ഷുദ്രന്മാരുടെ അർത്ഥാഹ ഐശ്വര്യങ്ങൾ, പ്രായേണ കദാചന ന സുഖായ പൊതുവിൽ മിക്കവാറും ഒരിക്കലും സുഖത്തിനായിട്ടാവില്ല. ഇഹ ആത്മോപതാപായ ലോകത്തിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കാനായിട്ടും, മൃതസ്യ മരിച്ചതിനു ശേഷം നരകായച നരകപ്രാപ്തിക്കും വേണ്ടിയാവും. പറയുകയാണ്, ക്ഷുദ്രന്മാരായിട്ടുള്ള ആളുകൾ ധനമുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇഹത്തിൽ അവർക്ക് സുഖം നൽകില്ല, അവരുടെ മരണശേഷം അത് നരകത്തിലേക്ക് പോകാനുള്ള കാരണവുമായിട്ട് തീരും. ദാനം, ധർമ്മം, ഇഷ്ടഭോഗാനുഭവം, ബന്ധുസൽക്കാരം ഇങ്ങനെയുള്ള ഇതിലൊക്കെ താല്പര്യമില്ലാത്ത ആളുകളെയാണ് ക്ഷുദ്രന്മാർ എന്ന് പറയുക. കദര്യാണാം ക്ഷുദ്രന്മാർ. അപ്പോൾ അവരുടെ മുതൽ ഇഹത്തിലും അവർക്ക് ഗുണമില്ല, പരത്തിലും ഗുണമില്ല. ദുഃഖത്തിന് ആണ് അത് പലപ്പോഴും വന്നു ചേരുന്നത്. ഒരിക്കലും സുഖം അനുഭവിക്കണില്ല അവർ. ഈ ലോകത്തിലിരിക്കുമ്പോൾ സമ്പാദിക്കാനായിട്ടും രക്ഷിക്കാനായിട്ടും ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കണം. ധനം അങ്ങനെ ഉണ്ടാവണമെന്നല്ലാണ്ട് ആ ധനം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത പോലും മനസ്സിൽ ദുഃഖമാണ്. ധനം വർദ്ധിക്കും തോറും ഇത് നശിക്കുമോ എന്നുള്ള പേടി വരും. അപ്പം ധനമുണ്ടാകുമ്പോൾ സുഖമുണ്ടാവും എന്ന് കരുതുന്നത് വലിയ തെറ്റാണ്. ധനമുണ്ടാകുമ്പോൾ നമ്മൾ പറയാറില്ലേ, മനസ്സമാധാനം നഷ്ടപ്പെടും. അത് തന്നെയാണ് ദുഃഖം. ന്യായാന്യായ വിചാരമില്ലാതെ, പുണ്യ പാപ ചിന്തയില്ലാതെ,
ധനമുണ്ടാക്കുക എന്നുള്ളത് മാത്രം, എനിക്ക് ധനമുണ്ടാക്കാൻ ആരെയും എന്തും ചെയ്യാമെന്നുള്ള ഭാവം മനസ്സിൽ വരുമ്പോൾ, ധർമാദികൾക്ക് ഉപയോഗിക്കാതെ കൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ധനം അവരെ നരകത്തിലേക്ക് എത്തിക്കും. സ്വർഗം സിദ്ധിക്കില്ല അവർക്ക്. സ്വർഗം പോലും നശ്വരമാണ്. അവിടെയും പുണ്യം ക്ഷയിച്ചാൽ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് ഭാഗവതം ഉടനീളം നമുക്ക് പറഞ്ഞു തരുന്നത് സ്വർഗപ്രാപ്തിയല്ല ഭാഗവതത്തിൻ്റെ ലക്ഷ്യം, മറിച്ച് കൃഷ്ണപ്രാപ്തിയാണ്. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുകൊണ്ട് മുതലിനെ ആഗ്രഹിക്കുന്ന, ധനത്തിന് ആഗ്രഹിക്കുന്ന എനിക്ക് എന്താണ് പ്രയോജനം എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യശോ യശസ്വിനാം ശുദ്ധം ശ്ലാഘ്യായേ ഗുണിനാം ഗുണാഃ ലോഭ സ്വൽപ്പോപി താൻ ഹന്തി ശ്വിത്രോ രൂപമിവേപ്സിതം. ഇവിടെ ആ ബ്രാഹ്മണൻ പറയുകയാണ്, യശസ്വിനാം യശഃ ശുദ്ധം. യശസ്സുള്ള കീർത്തിമാന്മാരുടെ കീർത്തിയാണ് നിർമ്മലം. ഗുണിനാം യേ ഗുണ, ഗുണികൾക്ക് ഉള്ള ഗുണങ്ങൾ ശ്ലാഘ്യാഃ, ശ്ലാഘിക്കത്തക്കതാണ്. താൻ അവയെ സ്വൽപ്പ അപി, അല്പമാണെങ്കിലും ലോഭ, ലോഭം ഇപ്സിതം രൂപം, മനോഹരമായ ആകൃതിയെ ശ്വിത്ര ഇവ, ശ്വിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കുഷ്ഠം, അത് എന്നതുപോലെ ഹന്തി, നശിപ്പിക്കുന്നു. കീർത്തിയുള്ളവരുടെ കീർത്തി, സദ്ഗുണമുള്ളവരുടെ ഗുണങ്ങൾ, അതിനെ അല്പമായ ലോഭം, ലോഭം എന്ന് പറഞ്ഞാൽ അധികമായ ആഗ്രഹങ്ങൾ, കാമം, ഒരു നിലയ്ക്ക് കാമം തന്നെയാണ്. കാമം, ക്രോധം, ലോഭം, അല്ലേ, ഇതൊക്കെയാണ് ഷഡ്രിപുക്കൾ. ഇപ്പം ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്നൊക്കെ പറയാം. അത് വെള്ളക്കുഷ്ഠം പോലെ നമ്മുടെ സൗന്ദര്യത്തെ എങ്ങനെയാണോ വെള്ളക്കുഷ്ഠം ഇല്ലാതെയാക്കുന്നത്, അതേപോലെ നമ്മളെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഈ ലോഭം ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ ബ്രാഹ്മണൻ്റെ ഇതര ചിന്തകൾ. 17ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ
രതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.